അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കിൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ സർവ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സു നൽകണേ റഹ്മാനേ. ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് പൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ട് ഖബറുകളിൽ കഴിയുന്നവരുണ്ട് റബ്ബേ, അവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും സലാമത്തും സ്വർഗവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. നല്ല ലാഭം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ, അവരുടെ മുറാദുകൾ നിനക്കറിയാം റഹ്മാനേ. സബലീകരിച്ചു കൊടുക്കണേ അല്ലാ. റജബിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ മുറാദുകളൊക്കെയും നീ സബലീകരിച്ചു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ദുനിയാവും ആഖിറവും അവർക്കും ഞങ്ങൾക്കും വെളിച്ചമാക്കി തരണേ അല്ലാ. സ്വർഗം നീ ഞങ്ങൾക്ക് നിർബന്ധമാക്കി തരണേ റഹ്മാനേ. നരകം നീ ഞങ്ങൾക്ക് ഹറാമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ നീ ഐശ്വര്യവും സന്തോഷവും ബർക്കത്തും നൽകണേ റഹ്മാനേ. കുടുംബജീവിതങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനേ. ആമീൻ ആമീൻ ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 78, 79 ഇങ്ങനെ 2 ആയത്തുകളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് എൻ്റെ ഈ വരിക്കാർക്ക് ഞാനൊരു സഹായം ചെയ്യാം. എന്താണ് ആ സഹായം എന്ന് വെച്ചാൽ പറയാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രശ്നങ്ങളിലാണ്. അപ്പൊ ആ ഒരു വിഷയം വരുമ്പോഴാണ് നമ്മളുടെ വിശ്വാസം തെറ്റിപ്പോകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ഉടനെ പോകും മന്ത്രവാദികളുടെ അടുക്കൽ ആ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ. അതിനുള്ള ഒരു മെഡിസിനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ ആഗതനായിരിക്കുന്നത്. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അപ്പം 2 കണ്ടീഷനുണ്ട്. ഒന്ന്, യഥാവിധി നിസ്കരിക്കുന്നവരാകണം. 5 വഖ്ത് നമസ്കാരം. ഇത്തിരി കഥ ആയാലും കുഴപ്പമില്ല, നിസ്കരിക്കുന്നവരായിരിക്കണം. 2, ഈ മന്ത്രവാദികൾ അടുത്ത് പോകരുത്. കാരണം അത് പിശാചിൻ്റെ ഒരു ചര്യയാണ്. അള്ളാഹുവിലേക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയാണ് മന്ത്രവാദികളിലേക്ക് നമ്മൾ പോകുന്നത്. അള്ളാഹിനെ കളഞ്ഞിട്ടാണ് നമ്മൾ അവരെ അടുക്കലേക്ക് പോകുന്നത്. അപ്പം നമ്മളെ വിശ്വാസത്തിന് കോട്ടം വരും. എനിക്കിത് പറഞ്ഞേ പറ്റൂ, കാരണം ഞാൻ ഖുർആൻ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഖുർആനാണ് ഞാൻ എടുക്കുന്ന ക്ലാസ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നില്ല എങ്കിൽ പിന്നെ ഞാൻ ഈ ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നാളെ ആഖിറത്തിൽ അള്ളാഹു ചോദിക്കും, നീ എന്തിനാടാ ഇങ്ങനെ ഖുർആൻ എടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത. അപ്പം 2 കാര്യങ്ങൾ. ഒന്ന്, യഥാവിധി നിസ്കരിക്കുക. ഇത്തിരി കഥ ആയാലും കഥ ആക്കാതെ നിസ്കരിക്കണം. 2, മന്ത്രവാദികളുടെ അടുക്കൽ ഒരിക്കലും പോകരുത്. അതിന് എത്ര വലിയ ഉസ്താദാണ്, തങ്ങളാണ്, ഷെയ്ഖാണ്, ബർക്കത്താണെന്നൊക്കെ പറഞ്ഞാലും ആ വഴി ഷെയ്ത്താൻ്റെ വഴി തന്നെയാണ്.
അത് നമുക്ക് ഇൻഷാ അള്ളാ ഖുർആനിൽ ഇങ്ങനെ വിശദീകരിച്ച് വരുമ്പം അത് പറയാം ഇൻഷാ അള്ളാ. അത് ആ സമയത്തട്ടെ ഇൻഷാ അള്ളാ. അള്ളാഹു തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ പറയാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് സമ്പാദ്യമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ആദ്യം മുഖ്യ ഘടകം അതാണ്. അപ്പം എല്ലാവരും എല്ലാ നമസ്കാരത്തിന് പിറകെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. രണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. മൂന്ന്, അങ്ങനെ ബിസ്മി കൂട്ടി അലിഫ് ലാം മീം പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. അങ്ങനെ എത്ര പറയാമോ അത്രയും പറയുക. ഇനി നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ചെന്നു അവിടെയും നിങ്ങൾ കയറുമ്പോൾ ബിസ്മി ചൊല്ലിയതിന് ശേഷം ഇതങ്ങോട്ട് പറയുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെല്ലുന്ന സ്വലാത്ത് ദിക്ർ ഒക്കെ ചെല്ലാം. പക്ഷെ അതിനൊക്കെ പുറമെയാണ് ഞാൻ ഇത് പറഞ്ഞത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ഹർഫുകളാണ് അലിഫ് ലാം മീം. ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? സാഹിത്യ വാക്കാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കാണ്. അപ്പോൾ അത് പറയൽ കൊണ്ട് നമുക്ക് നിഅമത്തുകൾ അള്ളാഹു ഇറക്കിത്തരും. അപ്പോൾ സമ്പാദ്യം ഇങ്ങനെ കുറേശ്ശെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, അയൽവാസികളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും, അടുത്ത കടക്കാരുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഇൻഷാ അള്ളാ വേറെ പരിഹാരങ്ങൾ നമുക്ക് ഖുർആനിൽ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് സാമ്പത്തികമാണ് പ്രശ്നം. അതിനുള്ള ഒരു മെഡിസിനാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ആരും ഇത് മറന്നു പോകരുത്. എല്ലാവരും ഇത് പതിവാക്കിയാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ പ്രയോജനം ലഭിക്കും. അള്ളാഹു പ്രയോജനം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ 78-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ് ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യളിന്നൂൻ. എത്ര അർത്ഥവത്തായ ആയത്താണെന്നറിയാം. അള്ളാഹു നബിയോട് പറയുകയാണ്, അക്ഷരജ്ഞാനമില്ലാത്ത, മനസ്സിലാക്കണം, അക്ഷരജ്ഞാനമില്ലാത്ത അഥവാ അറിവില്ലാത്ത ചില ആളുകളും വേദക്കാരിൽ അവർക്ക് ഇടയിലുണ്ട് നബിയേ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം തുടങ്ങുമ്പോൾ ഈ ജൂതവർഗങ്ങളിൽ ഒരുപാട് പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരിൽ അക്ഷരജ്ഞാനമില്ലാത്തവരുമുണ്ടായിരുന്നു. അതാണ് അള്ളാഹു എടുത്തു പറയാൻ കാരണം. ഇതുപോലെ ഖിയാമത്ത് നാൾ വരുന്ന, അഥവാ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരുന്ന സർവ്വ പ്രവാചകന്മാരുടെ സമുദായത്തിനും ഇതുപോലുള്ള പുരോഹിതർ, വിവരം കെട്ട പുരോഹിതർ കാണും, അവരുടെ അനുയായികളും കാണും എന്ന് സാരം. ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യളിന്നൂൻ. ചില വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് ഇരിക്കുന്നതല്ലാതെ വേദത്തെക്കുറിച്ച് യാതൊരു അറിവും അവർക്കില്ല നബിയേ. അവര് ചിലതെല്ലാം ഊഹിച്ചു വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ചില വ്യാമോഹങ്ങൾ വെച്ചുകൊണ്ട് അവർ പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് യാതൊരു വിവരവുമില്ല. അവരെന്തൊക്കെയെ അങ്ങ് ഊഹിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് അള്ളാഹു പറയുന്നത്. നമുക്ക് ആലാപനത്തിലേക്ക് പോകാം. അപ്പോൾ ഇൻഷാ അള്ളാഹ് വിശദീകരണം കിട്ടും. വിശദമായി ഞാനുമേ പറയാമേ ആയത്തിൻ ആശയവിനിമയം അർത്ഥവും തന്നാണേ. വേദവും കൈവശം ഉള്ളവരിലും
പാമരന്മാരുമേ അവരിലും ഉണ്ടെന്നേ. അവരുടെ ദയനീയ അവസ്ഥയ പറയുന്നേ. എല്ലാ മതത്തിലും ഇതുപോലെ ഉണ്ടാകും. പുരോഹിതന്മാർക്ക് ഇടയിലുള്ളതായ കുറച്ച് പാമരന്മാര്, വിവരമില്ലാത്തവരുണ്ട്. അത് എല്ലാ മതക്കാരിലും ഉണ്ട് നബിയേ. അവരുടെ ദയനീയ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അവർക്കുള്ള അറിവുകൾ തുച്ഛമാ അവരെ പുരോഹിതർ പഠിപ്പിച്ചത് മാത്രമാ. ഈ അനുയായികൾ എന്ന് പറയുന്നവർക്ക് അറിവേയില്ല, വളരെ തുച്ഛമായ അറിവ് മാത്രമാണുള്ളത്. അതും എവിടെന്നാണ് കിട്ടിയത്? ഈ പുരോഹിതർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ്. അവരെ പുരോഹിതർ പറഞ്ഞതും കേട്ടതും മാത്രം അറിയുന്ന പാമരന്മാർ തന്നെ. അവരുടെ പുരോഹിതന്മാര് മാത്രം പറഞ്ഞത് കേട്ട് മനസ്സിലാക്കി ജീവിക്കുന്ന കുറേ പാവങ്ങളായ ആൾക്കാർ. അവരുമേ ഓരോന്നും കേട്ടിട്ട് ഓരോരോ വ്യാമോഹം വെച്ചോണ്ട് ആണല്ലോ ജീവിതം. ഈ പുരോഹിതന്മാരെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ വ്യാമോഹത്തോടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ അവർക്ക് ലാഭം നേടുമെന്നുള്ള വിചാരമാണ് അവർക്ക്. പക്ഷെ അവർക്ക് അറിവില്ല. അവരുടെ നേതാക്കൾ പുരോഹിതരെല്ലാമേ അവരെ തിരിച്ചാകെ ഏതോ വഴിക്കാക്കി. ഏത് വഴിക്കാണോ അവരെ വിടുന്നത്, ആ വഴി തന്നാണ് അവരുടെ സഞ്ചാരം. ഇവിടെയും അല്ലാഹു എടുത്തങ്ങ് പറഞ്ഞത് ഇതിനെ കുറിച്ചാണ് എന്ന് മറക്കല്ലേ. അവരുടെ പുരോഹിതന്മാര് പറഞ്ഞു കൊടുക്കും, ഇന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ഇങ്ങനെ പോകണം, ഇങ്ങനെ പ്രവർത്തിക്കണം. പക്ഷേ ഇതൊന്നും അള്ളാഹുവിന്റെ കൽപ്പനയല്ല നബിയെ. അവര് പടച്ചുണ്ടാക്കിയതായ ആ പുരോഹിതന്മാര് കള്ളവാദവുമായി പടച്ചുണ്ടാക്കിയതായ കാര്യങ്ങളാണ് നബിയേ. ആ പുരോഹിതന്മാരുടെ, ജൂത പുരോഹിതന്മാരുടേതായ എല്ലാ അനുയായികളും ഇത് കേട്ട് വിശ്വസിച്ചു കൊണ്ടവര് നടക്കുകയാണ് നബിയേ. അവരുടെ ദയനീയ അവസ്ഥ ഞാൻ നിങ്ങളോട്, അങ്ങയോട് പറഞ്ഞതാണ് നബിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം. അല്ലാഹു പറയുകയാണ്, വമ്പിച്ച നാശം ആർക്കാണെന്നറിയുമോ നബിയേ? സ്വന്തം കൈകൊണ്ട് മതഗ്രന്ഥങ്ങൾ എഴുതുകയും. എങ്ങനെ? നമ്മൾ ആ ആയത്തൊന്നുകൂടെ മനസ്സിലാക്കണം. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം. വമ്പിച്ച നാശം ആർക്കാണെന്നറിയുമോ നബിയേ? അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് മതഗ്രന്ഥങ്ങൾ അവരുടെ ഇഷ്ടത്തിന് എഴുതും പ്രവാചക. പിന്നെയോ സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്. എന്നിട്ട് അവര് പറയുമത്രേ, അള്ളാഹുവിൽ നിന്ന് ഉള്ളതാണെന്ന് പറയും. ഈ ഗ്രന്ഥം, ഈ എഴുതിയത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയും നബിയേ. അങ്ങനെയുള്ളവർക്കും വമ്പിച്ച നാശമാണ്. ലിയഷ്തറൂ ബിഹി സമനൻ ഖലീലാ.
ഈ ഗ്രന്ഥം വിറ്റ് തുച്ഛമായ വില സമ്പാദിക്കുവാൻ വേണ്ടി അവരെഴുതിയതായ, വളച്ചൊടിച്ചെഴുതിയതായ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് അനുയായികളെ പറഞ്ഞു പറ്റിച്ചതായ ആ ഗ്രന്ഥം വിറ്റ്, ഇതെല്ലാം ഗ്രന്ഥം വിറ്റ് അവര് തുച്ഛമായ വിലയ്ക്ക് വിൽക്കും. അവര് തുച്ഛമായ സമ്പാദ്യത്തിന് വേണ്ടി ആ ഗ്രന്ഥം വിൽക്കും നബിയേ. ഇതെല്ലാം ചെയ്തവർക്കാണ് വമ്പിച്ച നാശമുണ്ടാവുക. ഫവൈലുല്ലഹും മിമ്മാ കതബത് ഐദീഹിം, ഫവൈലുല്ലഹും മിമ്മാ കതബത് ഐദീഹിം. അള്ളാഹുവിന്റെ പേരിൽ അവരുടെ കൈകൾ കൊണ്ട് എന്തെല്ലാം എഴുതി ഉണ്ടാക്കിയോ അതുമൂലം അവർക്ക് വമ്പിച്ച നാശമാണ് നബിയേ. വവൈലുല്ലഹും മിമ്മാ യക്സിബൂൻ. അതുവഴി അവർ എന്തെല്ലാം സമ്പാദിച്ചുവോ അതുകൊണ്ടും അവർക്ക് വമ്പിച്ച നാശമാണ് യാ റസൂലല്ലാഹ് എന്ന് ലോകത്തിന്റെ നേതാവിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി വിശദീകരണം, ആലാപനത്തിലേക്ക് പോകാം. അവരും പുരോഹിതർ അവർ തന്നാണേ, സ്വന്തം ഇതാ കാര്യം നേടാൻ തന്നെ. അതിനാലവരുമേ വിധിയെഴുതും, പറയും ഇതാ പാമരൻ അവരോടാണേ. റബ്ബിൻ വിധിയാണേ ഇത് നിങ്ങളും, മതവും ഇതാ വിധിയായി ധരിച്ചു കൊള്ളേ. പാപം അനുയായി പാമരന്മാർ അതിനേം വിധിയായി തുടരുന്നുണ്ടേ. അള്ളാഹു റസൂലിനോട് പറയുകയാണ്, ആ പുരോഹിതന്മാരുണ്ടല്ലോ നബിയേ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരുന്ന പുരോഹിതന്മാർ, അതിൽ ചില പുരോഹിതന്മാരെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അവരുടെ സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടി അവർ പരിശുദ്ധമായ ഖുർആനിനെയും അള്ളാഹുവിന്റെ മുമ്പുള്ളതായ വേദഗ്രന്ഥങ്ങളെയും വളച്ചൊടിക്കുമത്രേ. ദുനിയാവിലെ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ കലാം അവർ വളച്ചൊടിക്കും യാ റസൂലല്ലാഹ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മന്ത്രവാദികളുടെ അടുക്കൽ പോകരുത് എന്ന്. അതിനാലവരുമേ വിധിയെഴുതും, പറയും ഇതാ പാമരൻ അവരോടാണ്. അറിവില്ലാത്തവരോട് ഇവർ പറയുമത്രേ, ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്, നിങ്ങൾ അനുസരിച്ചേ മതിയാവൂ. അങ്ങനെ അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ തുച്ഛമായ വിലയ്ക്ക് ദീനിനെ വിറ്റുകൊണ്ട് വാങ്ങുകയാണ് അവർ ചെയ്യുന്നത്. റബ്ബിൻ വിധിയാണേ ഇത് നിങ്ങളും, മതവും ഇതാ വിധിയായി ധരിച്ചു കൊള്ളേ. ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ഒരു മനുഷ്യൻ അപരാധിയുമായിട്ട് ചെന്നാൽ ആ മന്ത്രവാദി ഒരിക്കലും പറയുകയില്ല, നിങ്ങൾ സുബഹി അതായി ഖളാ ആക്കാതെ നിസ്കരിക്കണേ എന്ന് ഒരിക്കലും പറയുകയില്ല. അങ്ങനെ സുബഹി അതായി നിസ്കരിക്കുന്നവർക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷെ ഇവർ പറഞ്ഞു കൊടുക്കുന്നതോ ആ ആയത്തെഴുതി, ഇന്ന ഉടുക്കിലെഴുതി, ഇന്ന തകിട് മേടിച്ചുകൊണ്ട് പോവാ, ഇന്ന കൂട് മേടിച്ചുകൊണ്ട്. ഞാൻ മന്ത്രവാദികൾക്ക് എതിരായി സംസാരിക്കുകയല്ല, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ മതവിധികളെ ഇവർ വലിച്ച് എങ്ങനെയൊക്കെ വിശദീകരിച്ച് അങ്ങോട്ട് പാവങ്ങളായ ആൾക്കാരുടെ മണ്ടയ്ക്ക് വെച്ചു കൊടുക്കുകയാണ്, തുച്ഛമായ ലാഭത്തിന് വേണ്ടി. ദുനിയാവിൻ്റെ
തുച്ഛമായ ലാഭത്തിന് വേണ്ടി. പാവം അനുയായി പാമരന്മാർ അതിനേം വിധിയായി തുടരുന്നുണ്ടേ. അങ്ങനെ ഈ പുരോഹിതന്മാര് പറഞ്ഞു കൊടുക്കുന്നതും കേട്ടുകൊണ്ട് ഈ പാവം അനുയായികൾ, വിവരമില്ലാത്തവർ, അങ്ങനെ എന്തോ കിട്ടി എന്നുള്ളതായ ആ വ്യാമോഹത്താൽ അവരങ്ങ് നടക്കുകയാണ്. ഉസ്താദിന്റെ തകിട് കിട്ടിയല്ലോ, ഉസ്താദ് എഴുതി തന്നത് എൻ്റെ വീട്ടിൽ കുഴിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, ഇനി എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതായ ഒരു മനോവിചാരം അവരിൽ ഉണ്ടാകുമെന്ന് അല്ലാഹു ഇതാ ഖുർആനിൽ പറയുകയാണ്, നബിയോട് പറയുകയാണ്. പുരോഹിതന്മാര് കാണിക്കുന്നതായ വീഴ്ചകളെ പറ്റി എടുത്തെടുത്ത് ഈ രണ്ടായത്തുകളിൽ പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. അവർക്കും അറിയില്ലേ കളവാണെന്ന്, പറഞ്ഞു കൊടുക്കാനും ആരും ഇല്ലേ. ഇതെല്ലാം തകിടിലെഴുതി നമ്മളുടെ വീട്ടിൽ കുഴിച്ചിട്ടാൽ ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. നമുക്ക് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളാണല്ലോ നമുക്ക് വേണ്ടത്. തകിടിലെഴുതി കുഴിച്ചിട്ടാൽ വലിയ ബറക്കത്തുണ്ടാകുമെന്ന് ഈ മന്ത്രവാദി പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പാവങ്ങൾ അതേപോലെ അപ്പടി ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ വേറൊരാൾ പറഞ്ഞു കൊടുക്കാൻ അവർക്കില്ലല്ലോ. പള്ളിയിലെ ഉസ്താദെങ്ങാണം അങ്ങനെ ഇരുന്ന് മയക്കിലെങ്ങാണം വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ മന്ത്രവാദികളുടെ അടുക്കലേക്ക് പോവരുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിന്റെ ഉപജീവനം അവിടെ തീരുകയാണ്. പ്രസിഡന്റ് പിരിച്ചുവിടുകയാണ്. കാരണം എന്താണ്? പ്രസിഡന്റും സെക്രട്ടറിയും ഈ മന്ത്രവാദിയുടെ ആളാണ്. ചിലപ്പോൾ മന്ത്രവാദി തന്നെ പള്ളിയുടെ പ്രസിഡന്റ് ആയിരിക്കാം. അതുകൊണ്ട് ഈ ഉസ്താദിന് പറയാൻ തരമില്ല. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ നിങ്ങളോട് പറയുന്ന എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. വേണമെന്നവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് അവരുടെ വഴിയേ പോകാം. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇതുപോൽ പുരോഹിതർ അവരെ ധനം തട്ടിയെടുക്കുന്നു കുതന്ത്രത്താലേ. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ചെല്ലുകയാണ്, ഉസ്താദേ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്, ഭർത്താവിന്റെ പൈസ ഗൾഫിൽ നിന്ന് വരുന്നില്ല. സഹോദരിമാരാണ് ഒരുപാട് മാന്ത്രികരുടെ അടുക്കൽ ചെല്ലുന്നത്. അവസാനം അവര് കണ്ണീരും കയ്യുമായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. പലരും അത് പറയുന്നില്ല. ഉടനെ ഈ മന്ത്രവാദി ഒരു ലിസ്റ്റ് നീണ്ടത് എഴുതി കൊടുത്തിട്ട് പറയും, ഒരു 5 ഉസ്താദന്മാർ അവിടെ വന്ന് ഓതും. ഒരാൾക്ക് 5000, രണ്ടാൾക്ക് 5000, അങ്ങനെ റേറ്റ് പറഞ്ഞുകൊണ്ട് ഇവരെ ഓതാൻ വിടുകയാണ്. പാവമല്ലാ, പെരിയ പാവമാണ് കേട്ടോ, വലിയ അപരാധമാണ് ഈ ചെയ്യുന്നത് കേട്ടോ. ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടത്തെ പള്ളിയിലെ ഖത്തീബിന് പോലും പേടിയാണ്. ഇതുപോൽ പുരോഹിതർ അവരെ ധനം തട്ടിയെടുക്കുന്നു കുതന്ത്രത്താലേ. അവരും യഥേഷ്ടമായി ധനം കൊടുക്കും, സുഖത്താൽ പുരോഹിതരും കഴിഞ്ഞി പോരും. ഈ സാധാരണ പാവങ്ങളായ ആൾക്കാർക്ക് അവർക്കുള്ളതായ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടി അവർ പലിശക്കെടുക്കും. അവർ കടം പേടിച്ച് ഈ ഉസ്താദിനും ഓതാൻ വരുന്നവർക്കും പൈസ കൊടുക്കും. സുബ്ഹാനല്ലാഹ്, അവരുടെ പൈസ പോകുന്നത് മിച്ചമല്ലാതെ അവർക്ക് വല്ല നേട്ടവുമുണ്ടോ? ഇല്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും ഇതുപോലുള്ളതായ പിഴച്ച വഴികളിലേക്ക് പോകുന്നതിനെ തൊട്ട് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇനിയിപ്പോ ഇഷ്ടം പോലെ കമന്റുകൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരും. മാന്ത്രികരിൽ വിശ്വസിക്കുന്നവരും മാന്ത്രികന്മാരും ഒക്കെ വരും. ചില വരിക്കാറ് മാറിപ്പോവും. അതൊന്നും എനിക്ക് വിഷയമേ അല്ല. മനസ്സിലായില്ലേ?
ഖുർആൻ പറയുക, അതാണ് എൻ്റെ ലക്ഷ്യം. അവരെ ഇതാ ദുഷിച്ച സ്വഭാവമാണേ, അവരെ ഒരിക്കലും ഇത് മാറ്റില്ലേ. അള്ളാഹു പറയുകയാണ്, നബിയേ, ഇത് അവരുടെ ഒരു ദുഷിച്ച സ്വഭാവമാണ്. അവർ മരിക്കുന്നതും ഇതേ ദുഷിച്ച സ്വഭാവം കൊണ്ട് തന്നെയാണ്. ഒരിക്കലും ഒരു മന്ത്രവാദി അല്ലാതെ മരിക്കുന്നില്ല. അവൻ മന്ത്രവാദത്തോടു കൂടി തന്നെയാണ് മരിക്കുന്നത്. ആൾക്കാരെ പറ്റിച്ച് തന്നെയാണ് അവൻ്റെ അന്ത്യം. ഇത് അള്ളാഹു പറഞ്ഞതാണ്, ആർക്കും തടുക്കാൻ കഴിയില്ല. അവൻ്റെ റൂമിൽ എപ്പോഴും ഒരു തകിട് കാണും, അവൻ്റെ റൂമിൽ എപ്പോഴും ഒരു ആണി കാണും, അവൻ്റെ റൂമിൽ എപ്പോഴും ഒരു വെള്ളിത്തകിട് കാണും. ഈ മന്ത്രവാദിയുടെ റൂമിൽ എപ്പോഴും അവൻ മരിച്ചു പോയാലും രോഗിയായാലും അവൻ്റെ റൂമിൽ ഇത് കാണും, ഒരു ചരട് കാണും. അങ്ങനെ പലതും ഈ മാന്ത്രിക സാധനങ്ങൾ കാണാറുണ്ട്. ഇത് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, അവരെ ഇതാ ദുഷിച്ച സ്വഭാവമാണേ, അവരെ ഒരിക്കലും ഇത് മാറ്റില്ലേ. നമുക്ക് അള്ളാഹു ഇല്ലേ? ആ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ തരില്ലേ? ഇന്നല്ലാഹ മഅസ്, ഞാൻ വിഷയത്തിൽ നിന്ന് ഒരു അല്പം കടന്നു പോവുകയാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിശ്ചയമായും അള്ളാഹു ക്ഷമാശീലന്മാരുടെ കൂടെയാണ്. നമുക്കൊരു രോഗം വന്നാൽ കുറെ നമ്മൾ ക്ഷമിക്കുക, അള്ളാഹു അത് മാറ്റിത്തരും. നമുക്ക് സാമ്പത്തിക തകർച്ച വന്നാൽ കുറെ നമ്മൾ ക്ഷമിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു അത് മാറ്റിത്തരും. നമ്മൾ ഉടനെ മന്ത്രവാദ സ്ഥലത്തേക്കും സലാത്ത് മജ്ലിസുകളിലേക്കും പോകണ്ട സഹോദരിമാരെ. ഈ സഹോദരിമാർ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് തന്നെ ഒരു പിശാചിന്റെ വഴിയാണ് കേട്ടോ. ഒരു ആവശ്യത്തിന് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണ്, മര്യാദയ്ക്ക് പോയാൽ കുഴപ്പമില്ല. പക്ഷേ ഇതൊരു പുണ്യമായ സലാത്ത് മജ്ലിസാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയാൽ, സഹോദരി, ആ പോകുന്ന വഴി എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ. നല്ല സലാത്തല്ലേ അവരവിടെ ചെല്ലുന്നത്, അതുകൊണ്ട് എനിക്ക് പോയി ആമീൻ പറഞ്ഞുകൂടെ? പറഞ്ഞോ, കുഴപ്പമില്ല. നാളെ കിട്ടുന്നത് ആഖിറത്തിൽ എന്താണോ അത് മേടിച്ചോ. നിന്റെ വീട്ടിലിരുന്നു കൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് നിന്റെ വീട്ടിലിരുന്നു കൊണ്ട് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും, നിന്റെ സന്താനങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യും, നിന്റെ ഭർത്താവിന് അല്ലാഹു ബർക്കത്ത് ചെയ്യും, നിന്റെ ഭാര്യയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യും. എന്തിനാ ദൂരേക്ക് എത്രയോ കിലോമീറ്ററുകൾ താണ്ടി വണ്ടിയും വിളിച്ച് സലാത്ത് മജ്ലിസിൽ പോയി നിസ്കാരവും ഖളാക്കി ആകെ ഹറാബാക്കി തിരിച്ചു വരുന്നത്? സഹോദരാ, സഹോദരി, മനസ്സിലാക്കണം കേട്ടോ. ഇതിനെ കുറിച്ചാണ് പറഞ്ഞതല്ലാഹ്, കാര്യം ഇതായിപ്പോൾ മനസ്സിലായോ? അള്ളാഹു സലാത്ത് ചെല്ലാൻ പറഞ്ഞു, ശരിയാണ്. അതൊരു മജ്ലിസ് ഉണ്ടാക്കി ചെല്ലാനാണോ പറഞ്ഞത്? ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തമുണ്ട്, ബുദ്ധിയുള്ള സഹോദരിമാർക്ക് ഇതിൽ ചിന്തിക്കാൻ അനേകായിരം കാര്യങ്ങളുണ്ട്. മനസ്സിലാക്കണം, ഇതുപോൽ പെരുമാറും പുരോഹിതർക്ക് നാശം ഇതാ നാശം പറഞ്ഞു അല്ലാഹ്. അല്ലാഹ് നമുക്കെല്ലാം അറിവ് നൽകേ, സത്യം അത് മാത്രം പറഞ്ഞു തരണേ. നിന്റെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് വീട് ഇരു വീട്ടിലും വിജയിപ്പിക്കൂ. നാളെ പരലോകം നമ്മെയെല്ലാം വിജയം വിജയിക്കാൻ വിജയിപ്പിക്കീ. താഹ റസൂലുള്ളാഹ് നബി തങ്ങളെ
കൂടെ സുബർക്കത്തിൽ കൂട്ടിയിടല്ലാ. ആമീനിതാമീൻ ആമീൻ ആമീൻ. യാദൽ ജലാലേ നീ റഹീമാണല്ലോ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.